നമസ്കാരം. ശരി, നമുക്ക് ഇന്നത്തെ ഈ വളരെ പ്രത്യേകതയുള്ള ഒരു വിശദീകരണത്തിലേക്ക് കടക്കാം. പ്രപഞ്ചത്തിന്റെ പുരോഗതിയുടെയും നമ്മുടെ ആരോഗ്യത്തിന്റെയും ആഴത്തിലുള്ള ശാസ്ത്രമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇത് ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഈ വിവരങ്ങൾ പൂർണ്ണമായും പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി രചിച്ച ആഗെ ബഡ്നെ കി തയ്യാരി എന്ന യഥാർത്ഥ ഹിന്ദി സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കേട്ടോ. ഇത് കേവലം ഒരു തത്വശാസ്ത്രം മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന തികച്ചും പ്രായോഗികമായൊരു ശാസ്ത്രമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവും എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒഴുകുന്ന നദികളെയും ചലിക്കുന്ന നക്ഷത്രങ്ങളെയും വിശാലമായ ആകാശത്തെയും ഒന്ന് നോക്കൂ. ശരിക്കും പറഞ്ഞാൽ നിശ്ചലമായി നിൽക്കുക എന്നത് പ്രപഞ്ചത്തിന്റെ നിയമത്തിന് തികച്ചും എതിരായൊരു കാര്യമാണ്. നിരന്തരം മുന്നോട്ടുള്ള ഈ കുതിപ്പാണ് പ്രകൃതിയുടെ യഥാർത്ഥ സ്വഭാവം. ഇത് വലിയ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും സൂക്ഷ്മതലത്തിൽ പോലും സത്യമാണ്. ഒരു ചെറിയ ഇലക്ട്രോണിന്റെ കാര്യമെടുത്താൽ അവ സെക്കൻഡിൽ 100 കണക്കിന് മൈൽ വേഗതയിൽ കറങ്ങുകയും മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രജ്ഞർ തെളിയിച്ചിട്ടുണ്ട്. പുരോഗതി എന്നത് പ്രകൃതിയുടെ ഓരോ അണുവിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മളും ആ പ്രകൃതിയുടെ തന്നെ ഭാഗമാണല്ലോ, അല്ലേ? അപ്പോൾ ഇതിനർത്ഥമെന്താണ്? കൂടുതൽ നേടണം, ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളൊരടങ്ങാത്ത ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അത് വെറുമൊരു അത്യാഗ്രഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പോരായ്മയോ ഒന്നുമല്ല. അതൊരു ദൈവിക ദാനമാണ്. പ്രകൃതിയെപ്പോലെ തന്നെ നിരന്തരം വികസിക്കാനും ഉയരങ്ങളിലേക്ക് കുതിക്കാനും നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈയൊരു കാര്യം മനുഷ്യന്റെ അപാരമായ കഴിവിനെയും ത്യാഗസന്നദ്ധതയെയും എത്ര മനോഹരമായാണ് കാണിക്കുന്നത് എന്ന് നോക്കൂ. നമ്മുടെ ആവശ്യങ്ങൾ യഥാർത്ഥമാണോ അതോ വെറുതെ തോന്നുന്നതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ആത്മാവിന്റെ ആവശ്യം യഥാർത്ഥമാകുമ്പോൾ പ്രിയപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ കത്തുന്ന തീയിലേക്ക് എടുത്തുചാടാൻ പോലും നമ്മൾ തയ്യാറാകും. ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ എന്ത് കഠിനമായ ബുദ്ധിമുട്ടുകൾ സഹിക്കാനും നമുക്ക് കഴിയും. എന്നാൽ വെറും വ്യാജ ആവശ്യങ്ങൾക്ക് ഇത്തരം ആന്തരിക ശക്തി ഒരിക്കലും നൽകാൻ കഴിയില്ല. യഥാർത്ഥ ആത്മീയത എന്താണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ടല്ലേ? ഇത് വെറുമൊരു നിഷ്ക്രിയമായ ആരാധനയോ കർമ്മങ്ങളോ മാത്രമല്ല, മറിച്ച് ഈ ജീവിതമെന്ന വലിയ പോരാട്ടവേദിയിൽ വെല്ലുവിളികളെ അതിജീവിച്ച് കഴിവുള്ള ഒരു വിജയിയായി നിങ്ങൾ മാറുമ്പോഴാണ് പരമപിതാവായ ഈശ്വരൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നിങ്ങളിലെ അപാരമായ കഴിവുകൾ പുറത്തെടുക്കാൻ അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഈ ആത്മീയ സത്യത്തെ നമുക്ക് ശാസ്ത്രവുമായി ഒന്ന് ബന്ധിപ്പിച്ചു നോക്കാം. 1920കളിൽ പ്രമുഖ ഗവേഷകനായ ഡോക്ടർ ഇ.ബി. ജെയിംസ് തന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന പ്രസിദ്ധീകരണത്തിൽ തെളിയിക്കുന്നത് ജീവിതം ഒരു വലിയ പോരാട്ടമാണെന്നാണ്. പ്രകൃതി എപ്പോഴും കരുത്തരെയാണ് പിന്തുണയ്ക്കുന്നത്, ബലഹീനതയെ അത് ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് എന്തു വില കൊടുത്തും ശക്തരാവുക എന്നത് പ്രകൃതിയുടെ തന്നെ നിയമമാണ്. ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാകാം, ഒരുപാട് സമ്പത്തുണ്ടാകാം. എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായ ഒരു ശരീരമെന്ന അടിത്തറ നിങ്ങൾക്കില്ലെങ്കിൽ ജീവിതത്തിലെ ഈ സന്തോഷങ്ങളൊന്നും നിങ്ങൾക്ക് ആസ്വദിക്കാനോ നിലനിർത്താനോ കഴിയില്ല. കേടുപാടുകളുള്ള ഒരു പാത്രത്തിൽ പാലൊഴിച്ചു വയ്ക്കാൻ സാധിക്കാത്തതുപോലെ തന്നെയാണിതും. എല്ലാം ചോർന്നുപോകും. ശരി, ഈ വലിയൊരു വ്യത്യാസം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാട്ടിലെ മൃഗങ്ങൾ പ്രകൃതിയുമായി പൂർണ്ണമായ ഐക്യത്തിൽ ജീവിക്കുകയും 100% ആരോഗ്യം ആസ്വദിക്കുകയും ചെയ്യുന്നു. അവയ്ക്ക് ആശുപത്രികളില്ല. എന്നാൽ നമ്മൾ മനുഷ്യരോ കഷ്ടിച്ചു 10% പേർ മാത്രമാണ് പൂർണ്ണ ആരോഗ്യമുള്ളവർ. നമ്മൾ സ്വന്തം അമിതബുദ്ധി ഉപയോഗിച്ച് പ്രകൃതിയോട് പോരാടുന്നു. അതിന്റെ ഫലമായി നിരന്തരമായ രോഗങ്ങൾക്കും ക്ഷീണത്തിനും അടിമപ്പെടുന്നു. ആരോഗ്യശാസ്ത്രത്തിലെ മുൻനിരക്കാരനായ വേർണർ മാക്ഫാഡൻ 1900കളിൽ തന്റെ എൻസൈക്ലോപീഡിയ ഓഫ് ഫിസിക്കൽ കൾച്ചർ എന്ന പുസ്തകത്തിൽ പറഞ്ഞത് കൃത്യമായി ഇതുതന്നെയാണ്. സമ്പൂർണ്ണ ആരോഗ്യത്തിന് സങ്കീർണമായ ലബോറട്ടറികളോ വലിയ മരുന്നുകളോ ഒന്നും ആവശ്യമില്ല. പ്രകൃതിമാതാവിനെ ധിക്കരിക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണം. അതാണ് സ്വാഭാവിക ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് പരിഹാരം. ദഹനപ്രക്രിയയെ നമ്മളുടെ ശരീരത്തിലെ ഒരു ഫാക്ടറിയുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇതൊരു ഒന്നാന്തരം പ്രകൃതി നിയമമാണ് കേട്ടോ. പഴയ ഭക്ഷണം പൂർണ്ണമായും ദഹിച്ച് അതിയായ വിശപ്പ് വരുന്നതുവരെ പുതിയ ഭക്ഷണം ഒരിക്കലും ആമാശയത്തിലേക്ക് ഇടരുത്. യഥാർത്ഥ വിശപ്പില്ലാതെ വെറുതെ സമയം നോക്കി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളോട് ചെയ്യുന്നൊരു വലിയ ക്രൂരതയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സുവർണ അനുപാതമുണ്ട്. വയറിന്റെ കൃത്യം പകുതി ഭാഗം മാത്രം ഭക്ഷണം കൊണ്ട് നിറയ്ക്കുക. അടുത്ത 1/4 ഭാഗം വെള്ളത്തിനായി മാറ്റിവെക്കുക. ബാക്കി 1/4 ഭാഗം വായുസഞ്ചാരത്തിനായി പൂർണ്ണമായും ഒഴിച്ചിടുക. വയറു നിറയെ അമിതമായി കഴിക്കുന്നത് നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നില്ല, മറിച്ച് ആ ഭാരം ദഹിപ്പിക്കാൻ ശ്രമിച്ച് ശരീരം കൂടുതൽ ക്ഷീണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വിചാരിക്കുന്ന എന്താണ്? കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ശക്തി കിട്ടുമെന്നാണ്, അല്ലേ? എന്നാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ദഹിക്കാത്ത ഭാരിച്ച ഭക്ഷണം ശരീരത്തിൽ കിടന്ന് പുളുക്കുകയും
നിങ്ങളുടെ യഥാർത്ഥ ജീവശക്തിയെ മോഷ്ടിക്കുകയും ചെയ്യുന്നു. ഇന്ധനത്തിനു പകരം ശരീരത്തിൽ അതൊരു വിഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എളുപ്പത്തിൽ ദഹിക്കുന്നത്ര മാത്രം കഴിക്കുക എന്നതാണ് ഇതിലെ ബുദ്ധി. അങ്ങനെയെങ്കിൽ പ്രകൃതി മാതാവിന്റെ മെനുവിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് വളരെ ലളിതമാണ്. സീസണലായി ലഭിക്കുന്ന വില കുറഞ്ഞ പുതിയ പഴങ്ങൾ, ജലാംശമുള്ള പച്ചക്കറികൾ, ശുദ്ധമായ പാൽ, പിന്നെ അധികം വേവിക്കാത്ത ധാന്യങ്ങൾ. നിങ്ങൾ ഭക്ഷണത്തെ എത്രത്തോളം കരിക്കുകയും വറുക്കുകയും അമിതമായി മസാലകൾ ചേർക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം അതിലെ യഥാർത്ഥ ജീവശക്തി ശരീരത്തിലെത്തുന്നതിനു മുമ്പ് തന്നെ നശിച്ചുപോകുന്നു. ഭക്ഷണം കഴിക്കുന്ന രീതിയിലും വലിയൊരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. ഖരരൂപത്തിലുള്ള ഭക്ഷണം ദ്രാവകം പോലെ ആകുന്നതുവരെ ചവച്ചരച്ച് കഴിക്കണം. അതുപോലെ തന്നെ ദ്രാവകരൂപത്തിലുള്ളവ ചവയ്ക്കുന്നതുപോലെ കുറച്ചുനേരം വായിൽ വെച്ചുകൊണ്ട് കുടിക്കണം. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ് പാൽ ഒറ്റയടിക്ക് കുടിക്കുന്നതിന് പകരം കുറച്ചുനേരം വായിൽ വെച്ചുകൊണ്ട് കുടിക്കുമ്പോൾ അത് ഉമിനീരുമായി നന്നായി കലരുകയും ദഹനപ്രക്രിയ വളരെ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഇതൊരു ശാരീരിക പ്രക്രിയ മാത്രമല്ല, തികച്ചും മാനസികമായ ഒരു പ്രക്രിയ കൂടിയാണ് കേട്ടോ. അങ്ങേയറ്റത്തെ നന്ദിയോടെയും ഈശ്വരസ്മരണയോടെയും ഭക്ഷണം കഴിക്കുമ്പോൾ ആ ലളിതമായ ഭക്ഷണം പോലും ശരീരത്തിന് വലിയ ജീവശക്തിയും രോഗശാന്തിയും നൽകുന്ന ദിവ്യമായ ഒരു അമൃതായി മാറുന്നു. നിങ്ങളുടെ ഓരോ ചിന്തകളും ശരീരത്തെ അത്രത്തോളം ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമുക്ക് ശരീരത്തിന്റെ അനക്കത്തെക്കുറിച്ച് സംസാരിക്കാം. ഉപയോഗിക്കാതെ വെറുതെയിട്ടിരിക്കുന്ന ഒരു ഇരുമ്പുയന്ത്രം എങ്ങനെയാണ് പെട്ടെന്ന് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നതെന്ന് കണ്ടിട്ടില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ശാരീരിക അധ്വാനമില്ലാതെ വെറുതെയിരിക്കുമ്പോൾ ശരീരത്തിലെ അവയവങ്ങളിൽ വിഷലിപ്തമായ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും അത് ഉള്ളിൽ നിന്ന് നശിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ശരീരത്തെ എപ്പോഴും ഉന്മേഷത്തോടെ നിലനിർത്താൻ മാറ്റാൻ കഴിയാത്ത ചില നിയമങ്ങളുണ്ട്. ദിവസവും രാവിലെ സൂര്യന് അഭിമുഖമായുള്ള യോഗ, അതുപോലെ അടഞ്ഞുകിടക്കുന്ന വിയർപ്പുഗ്രന്ഥികൾ തുറക്കാൻ ചർമ്മം നന്നായി ഉരച്ചുകൊണ്ടുള്ള കുളി, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് അർഹമായ ഒരു അവധി നൽകാൻ കൃത്യമായ ഇടവേളകളിൽ എടുക്കുന്ന ഉപവാസം. ഇതെല്ലാം ശരീരത്തെ എപ്പോഴും ശുദ്ധമായി നിലനിർത്തുന്നു. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഏറ്റവും ശുദ്ധവും ആന്തരികവുമായ ജീവശക്തിയെ കർശനമായി സംരക്ഷിക്കുക എന്നത്. ഈ ജീവോർജം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യമാകുന്ന വലിയ വൃക്ഷം പൂത്തുനിൽക്കാൻ സഹായിക്കുന്ന ആഴത്തിലുള്ള വേരുകളാണ്. അർത്ഥമില്ലാത്തതും കൃത്രിമവുമായ മോഹങ്ങൾക്ക് പിന്നാലെ പോയി ഈ ഊർജ്ജത്തെ പാഴാക്കുന്നത് നിങ്ങളുടെ ശക്തിയുടെ പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണമാകും. ശരി, അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടിയിണക്കി നോക്കാം. ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും നിരന്തരമായി മുന്നോട്ടു പോകാനും ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം ചെയ്യേണ്ടത് ഒരിക്കലും തളരാത്ത പൂർണ്ണ ആരോഗ്യവാനായ ഒരു ഭൗതിക ശരീരം നിർമ്മിച്ചെടുക്കുക എന്നതാണ്. പുരോഗതിയിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനമെന്ന് പറയുന്നത് ഈ ആരോഗ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വിശദീകരണം അവസാനിപ്പിക്കാം. പ്രപഞ്ച പുരോഗതിക്കായുള്ള ഒരു ദൈവിക പാത്രമായിട്ടാണോ അതോ വെറുതെ കൃത്രിമ ആഗ്രഹങ്ങൾ വലിച്ചെറിയാനുള്ള ഒരു ചവറ്റുകുട്ടയായിട്ടാണോ നിങ്ങൾ സ്വന്തം ശരീരത്തെ കാണുന്നത്? ആത്യന്തിക പുരോഗതിയിലേക്കുള്ള പാത ഇതിനകം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പ്രകൃതിയുടെ താളവുമായി നിങ്ങൾ ഒത്തുചേരുന്നതിനായി അത് കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മുന്നോട്ടു പോകാൻ തയ്യാറല്ലേ? കൂടുതൽ ബോധവാനായി ഇന്നു മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കാം. നന്ദി, ശുഭദിനം.